ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ജൂൺ 1 തീയതിയിലേക്ക് വന്നിരിക്കുകയാണ്. നാളെ സ്കൂളുകൾ തുറക്കുകയാണ്, കോളേജുകൾ തുറക്കുകയാണ്, കുഞ്ഞുങ്ങൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും പുതിയ നിലയിൽ മുന്നോട്ട് ഭാവിയിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകണം. അപ്പോൾ മാത്രമേ ഒരു വ്യക്തതയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കെയുള്ളൂ. ഈ സാഹചര്യത്തിൽ നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അത് 6 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 6 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് നമ്മളെ കുറിവാക്യമായിട്ട് വായിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. ഞങ്ങൾ എന്ന് പറയുന്നത് ആരാ? നമ്മളാ പ്രിയപ്പെട്ടവരെ. പൗലോസ് പറയുക ഞങ്ങൾ എന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയൊക്കെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മളാണ്. നമ്മളെക്കുറിച്ച് എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ ക്രിസ്തുവിൽ ആശ വച്ചിരിക്കുന്നു, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം പൊതുവായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? നമ്മളെല്ലാം ഒരേ പശ്ചാത്തലത്തിലുള്ളവരാണോ? ഒരേ സാമ്പത്തിക ചുറ്റുപാടുള്ളവരാണോ? ഒരേ വിദ്യാഭ്യാസമുള്ളവരാണോ? ഇതൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന, ഇന്ന് ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും ഒരു കാര്യം ശരിയാണ്. എന്താ? നമ്മളൊക്കെ ക്രിസ്തുവിൽ ആശ വെച്ചവരാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ഈ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ക്രിസ്തുവിൽ ആശ വെച്ചവരായ നമ്മളെക്കുറിച്ച് എന്താ ഇവിടെ പറയുന്നത്? അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തീരണം. നമ്മൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തീരണം. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ പദ്ധതി. ആരുടെ മഹത്വത്തിന്റെ പുകഴ്ചയാ? അവന്റെ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി തീരണം. പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ ജീവിതം മാറണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇന്ന് അങ്ങനെയാണോ? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ആണോ നമ്മുടെ ജീവിതം? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, ആ നിലയിൽ മനോഹരമായില്ലെങ്കിൽ, വിശുദ്ധമായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി മാറുകയില്ല. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മുടെ ജീവിതം കർത്താവിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിരിക്കണം. ഭാവിയിൽ അങ്ങനെ ആയിരിക്കണം. നിത്യതയിലും ദൈവം നമ്മളെ മുഖാമുഖമായിട്ട് കാണുമ്പോൾ അന്ന് കോടിക്കണക്കിന് ദൂതന്മാരുടെയൊക്കെ മധ്യത്തിൽ നമ്മളെ പാവപ്പെട്ട നമ്മളെ കർത്താവ് ആ നിലയില് ആ വലിയ ഓഡിയൻസിന്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട്, കണ്ടോ, ഇതാണ് എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇവന്റെ ജീവിതം, ഇവളുടെ ജീവിതം എന്തായിരുന്നു? എൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിരുന്നു എന്ന് അന്നും പറയാനിടയാകണം. കണ്ടോ, നമ്മുടെ ജീവിതം കേവലം ഈ കാലഘട്ടത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. വരാൻ പോകുന്ന നിത്യതയിലും ദൈവം നമ്മളെ നോക്കുമ്പോൾ അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മൾ ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നിത്യതയിലും നമുക്ക് ആ നിലയിൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ആയിരിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ
ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മളാകണമെങ്കിൽ നമ്മൾ എന്തോ വേണം? നമ്മളെല്ലാം ദൈവത്താൽ വിളിക്കപ്പെട്ട വിശ്വാസികളാണ്. അല്ലെങ്കിൽ ലോകം നമ്മളെ എന്താ പറയുന്നത്? ക്രിസ്ത്യാനികൾ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എഫേസ്യ ലേഖനത്തിന്റെ അടുത്തുള്ള ആ, അധ്യായങ്ങളിൽ, ഓരോ അധ്യായങ്ങളിൽ നിന്നും നമ്മൾ ഓരോ ക്രിയാപദങ്ങൾ എടുത്ത് അത്തരം ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ നിൽക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ വേഗത്തിൽ കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ആ നിലയിൽ ഓരോ ക്രിയാപദങ്ങൾ കൈയാളുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മളായിരിക്കണം. ആദ്യമായിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ ക്രിസ്ത്യാനികളാണ്. എങ്ങനത്തെ ക്രിസ്ത്യാനി ആയിരിക്കണം? ഇരിക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കണം. നമ്മൾ എന്തോ വേണം? ഇരിക്കുന്ന ക്രിസ്ത്യാനിയാകണം. എല്ലാവരും ഇതൊരു പൊതുവേദി ആയതുകൊണ്ടാ പലരും ചിരിക്കാത്തത്. അല്ലെങ്കിൽ ബ്രദർ വലിയ കാര്യമായിട്ട് പറയുന്നത് ഞങ്ങളൊക്കെ ഇപ്പോൾ ഇരിക്കുകയല്ലേ, ഇരിക്കുന്ന ക്രിസ്ത്യാനിയല്ലേ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് നോക്കാം. ഇരിക്കുന്ന ക്രിസ്ത്യാനിയാകണം. രണ്ടാമത് പറയുന്നത് നമ്മൾ മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനിയാകണം. മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനി, നീലിംഗ് ക്രിസ്ത്യൻ. മൂന്നാമത് നമ്മൾ നടക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കണം. ഒടുവിലായിട്ട് നമ്മൾ പോരാടുന്ന ക്രിസ്ത്യാനിയായിരിക്കണം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഇരിക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കണം, ഇരിക്കണം. 2, നമ്മൾ മുട്ടുകുത്തണം. 3, നമ്മൾ നടക്കണം. 4, നമ്മൾ പോരാടണം. ഓക്കെ, കേട്ടാൽ ഒരു കടങ്കഥ പോലെ തോന്നുന്ന ഈ 4 ക്രിയാപദങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി തീരുമ്പോൾ നമ്മൾ എന്തായി തീരും? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ ജീവിതം തീരും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളും നമുക്ക് വളരെ വേഗത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും വളരെ വേഗത്തിൽ നമുക്ക് നോക്കി ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിരിക്കണം. ഒന്നാമത് അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? ഇരിക്കുന്ന ക്രിസ്ത്യാനികളാകണം. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് 12-ാമത്തെ വാക്യം വായിച്ചത്. ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടത്. ഇനി 2-ാം അധ്യായത്തിലെ ആണ് നമ്മൾ ഇരിക്കുന്ന എന്ന ആ ക്രിയാപദം നമ്മൾ കാണുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ എന്താ കാണുന്നത്? ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആരെയാണ്? നമ്മെ. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ആ നിലയിൽ എന്ത് ചെയ്തു? ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇരുത്തുകയും എന്നുള്ളത് ഏത് കാലത്തിലാ പറഞ്ഞിരിക്കുന്നത്? ഭൂതകാലത്തിലാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ ഇരുത്തും എന്നല്ലേ? അതായത് കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മളെ ആ നിലയില് ഇവിടെ 2-ന്റെ-7-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു, ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്നത്. നമ്മളിപ്പൊ തന്നെ എവിടാ? നമ്മള് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ഇരിക്കുന്ന ക്രിസ്ത്യാനിയാണ് നമ്മൾ. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ നമ്മൾ വായിച്ച 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത കിട്ടുന്നത്. എന്താണ് ദൈവം നമ്മളെ എങ്ങനെയാണ് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. അപ്പൊ കണ്ടോ, 2 കാര്യങ്ങൾ അവിടെ നടന്നു. നമ്മള് മരിച്ചവരായിരുന്നു. മരിച്ച നമ്മളെ ദൈവം എന്തോ ചെയ്തു? ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ 2 ഹൈഫൺ ഇട്ട് അവിടെ അത് പൗലോസ് വിശദീകരിക്കുക. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവനോടുകൂടെ ജീവിപ്പിക്കുകയും എന്നുള്ളത് രക്ഷിക്കപ്പെടുന്നതാണ് എന്നവിടെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവേശുവിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു?
ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഈ എഫേസ്യ ലേഖനം സത്യത്തിൽ വളരെ കടുകെട്ടിയായ ഒരു പുസ്തകമായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഒപ്പിക്കുന്ന വലിയ പാടാണ്. നിങ്ങൾ ഇംഗ്ലീഷ് എടുത്ത് വായിച്ചു നോക്കുക, ഒത്തിരി ആശയങ്ങൾ. പൗലോസ് അദ്ദേഹം ഒരു ബുദ്ധിജീവിയായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ കുറച്ചു വാക്യങ്ങളിൽ ഉള്ളടക്കം ചെയ്യുമ്പോൾ ഒത്തിരി ആശയങ്ങളുണ്ട്. അതെല്ലാം ഇംഗ്ലീഷിൽ നിന്ന് ഇവിടെ വന്ന് മലയാളം പഠിച്ചു വന്ന പാവപ്പെട്ട മിഷണറിമാര് അവര് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നമുക്കൊറ്റ വായനയ്ക്ക് മനസ്സിലാകാത്തതുപോലെയാണ് പലതും ഇരിക്കുന്നത് എന്നുള്ള ഒരു വെല്ലുവിളിയുണ്ട്. എങ്കിലും നമ്മളിത് മനസ്സിലാക്കണമല്ലോ. നമ്മൾ എന്താ പ്രിയപ്പെട്ടവരെ ഇവിടെ കണ്ടത്? ദൈവത്തിന് നമ്മോട് കരുണയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി എന്താ? ആ പ്രവൃത്തിയുടെ പൂർണ്ണതയിലാണ് നമ്മൾ എന്തായി തീർന്നത്? ഇരിക്കുന്ന ക്രിസ്ത്യാനിയായി മാറിയത്. നമ്മളെങ്ങനെയാ ഇരിക്കുന്ന ക്രിസ്ത്യാനിയായി മാറിയത്? ദൈവം രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന് എന്ന് പറയുന്നത്, നമ്മള് അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു. ആ മരിച്ച നമ്മെ രണ്ടാമത് കർത്താവ് എന്തോ ചെയ്തു? ജീവിപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കിയാൽ നമ്മുടെ ഭൂതകാലം എന്താ? നമ്മുടെ പാസ്റ്റ് എന്താ? നമ്മള് അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു. കണ്ടോ, അതിന്റെ ഈ 2-ാം അധ്യായം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. 1-ാമത്തെ വാക്യം കണ്ടോ? അതിക്രമങ്ങളാലും പാപങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മളെ ജീവിപ്പിച്ചു എന്ന കാര്യം അവിടെയും പറയുന്നുണ്ട്. 4-ാം വാക്യത്തിലും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. അപ്പോ അതായത് നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിച്ചവരായിരുന്നു. മരിച്ച നമ്മെ ദൈവം എന്തോ ചെയ്തു? ദൈവം ജീവിപ്പിച്ചു. നമ്മിൽ ദൈവം ചെയ്ത രക്ഷണ്യ പ്രവൃത്തി സത്യത്തിൽ ഇത്രയുമാണ്. നമ്മളെന്താ? നമ്മള് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. അങ്ങനെ ഇരിക്കെ ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മെ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എന്നിട്ട് അതിക്രമങ്ങളിലും പാപങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിച്ച് നമ്മളെ ജീവിപ്പിച്ചു, നമുക്ക് ജീവൻ നൽകി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ വായിച്ച അങ്ങനെ ജീവൻ നൽകി നമ്മളെ ഇന്ന് എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മളിത് എത്രയോ വാക്യങ്ങൾ നമുക്കിത് കാണാനായിട്ട് കഴിയും. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ, അല്ലെങ്കിൽ വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ നോക്കുക. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിന്റെ 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോ നമ്മൾ ഈ രക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മുടെ ചരിത്രം ഒന്ന് പറഞ്ഞാലേ എവിടാ തുടങ്ങുന്നത്? നമ്മൾ പലപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ പാപിയായിട്ടൊക്കെ ജീവിച്ചു, അങ്ങനെ ഇരിക്കെ ഒരു ട്രാക്റ്റ് എനിക്ക് കിട്ടി, അത് വായിച്ചപ്പോൾ ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അല്ലെങ്കിൽ കുടമാളൂർ കവലയിൽ ഒരു യോഗം നടന്നു, ആ യോഗത്തെ കേട്ടോണ്ടിരുന്നു. ഒടുവില് കർത്താവിനായിട്ട് ഹൃദയം കൊടുക്കാനുള്ളവരൊക്കെ മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാനും കൈപൊക്കി. അതെന്നാ സുഹൃത്തെ? അത് 2018 മെയ് മാസം 23-ാം തീയതി, ഒരു ഡേറ്റും ഉണ്ട്. പക്ഷേ ബൈബിൾ അങ്ങനല്ല പറയുന്നത്. നമ്മളെല്ലാം നമുക്ക് രക്ഷിക്കപ്പെട്ട ഒരു തീയതിയുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും ആയിരുന്ന നമ്മള് മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിച്ചു, നമ്മളെ വിശ്വാസത്തിൽ വന്നതിന് ഒരു തീയതിയുണ്ട്. പക്ഷെ ബൈബിൾ എങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവം നമ്മളെയും അവനോടുകൂടെ ആ നിലയിൽ മരിച്ചു. എന്നിട്ട് കർത്താവ് ഉയർത്തപ്പോ കർത്താവിനോടൊപ്പം നമ്മളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു.
നമ്മൾ ഇന്ന് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ കാര്യത്തെ ദൈവത്തിന്റെ ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഈ നിലയിലാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കിപ്പോ തൽക്കാലം നമ്മൾ രക്ഷിക്കപ്പെട്ട ആ കാലമോ ആ കാര്യങ്ങളോ ഒക്കെ മറന്ന് ദൈവത്തിന്റെ ഈ നിത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളെ തന്നെ ഒന്ന് കാണുക. നമ്മൾ കുറഞ്ഞ ആളുകൾ വല്ലതും ആണോ? നമ്മൾ കുറഞ്ഞ ആളുകളൊന്നുമല്ല, നമ്മള് വലിയ ആളുകളാണ്. നമ്മൾ നേരത്തെ വായിച്ചു എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചു, നമ്മൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് വല്ല ട്രംപോ വലിയ വലിയ ആളുകളോ ഒക്കെയാണ്, ലോകത്തിലെ വലിയ ആളുകളൊക്കെ ആണെന്നല്ലേ. ഇവിടെ പാവപ്പെട്ട സഹോദരി, നിന്നെ ഈ സമൂഹം ഒന്നും കാണുന്നില്ല, പക്ഷേ നിന്നെക്കുറിച്ച് ദൈവം രേഖപ്പെടുത്തുന്നത് എന്താ? എന്റെ മഹത്വത്തിന്റെ പുകഴ്ച. നമ്മുടെ സ്ഥാനം നമ്മൾ കാണണം. നമ്മളിതാ ഈ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് മഹത്വത്തിന്റെ പുകഴ്ചയെ കുറിച്ച് പറയുന്ന അതിന്റെ ആ അധ്യായത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, എഫേസ്യർ 1:4 അവസാന ഭാഗം, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ദൈവം നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ മകളാകാൻ തെരഞ്ഞെടുത്തു. 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. 3-ാമത് കണ്ടോ, 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, നമ്മെ മുൻ നിയമിച്ചു. 7-ാമത്തെ വാക്യം കണ്ടോ, നമ്മളെ വീണ്ടെടുത്തു. അതിന്റെ 14-ാമത്തെ വാക്യം കണ്ടോ, നമ്മളെ മുദ്രയിട്ടു. നമ്മളെ മുദ്രയിട്ടു. നോക്ക് എന്തെല്ലാം കാര്യങ്ങളായി ചെയ്തത്. ഇത് ഓരോന്നും പറഞ്ഞു പോകണമെന്ന് എനിക്കുണ്ട്, പക്ഷെ പറഞ്ഞു പോകാൻ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഞാനും നീ ഒരു യാദൃച്ഛികതയല്ല. നമ്മളൊരു പ്രസംഗം കേട്ട് കൈപൊക്കി, നമ്മുടെ കയ്യിൽ ഒരു ട്രാക്റ്റ് കിട്ടി, നമ്മൾ അത് വായിച്ചു രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ അടുത്ത് ബസ്സേ കയറിയപ്പോ ഇരുന്നു, അദ്ദേഹം സുവിശേഷം പറഞ്ഞു, അങ്ങനെ രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാ നമ്മൾ വിചാരിക്കുന്നത്. യാദൃച്ഛ്യ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അങ്ങനെയല്ല മോനെ മോളെ, നിന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. നിന്നെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, നിന്നെ ദത്തെടുത്തു. അവിടം കൊണ്ട് നിന്നില്ല, നിന്നെ മുൻ നിയമിച്ചു. അവിടം കൊണ്ട് നിന്നില്ല, നിന്നെ വീണ്ടെടുത്തു. അവിടം കൊണ്ട് നിന്നില്ല, നിന്നെ പരിശുദ്ധാത്മാവിന്റെ അച്ചാരമായ മുദ്രയിട്ടു. നോക്ക്, സ്വർഗം എത്ര മുതൽ മുടക്കിയാണ് നമ്മൾ ഓരോരുത്തരെ ഈ കസേരയെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കുറഞ്ഞ പുള്ളികളല്ല. ഞാൻ പറയുന്നത്, ദൈവം സ്വർഗം നമ്മളെ നോക്കുന്ന ആ കാഴ്ചപ്പാടിൽ നമ്മളെ തന്നെ കാണുക. ദൈവം നമ്മളെ ആ നിലയില് ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു, നമ്മളെ ക്രിസ്തുവിൽ ദത്തെടുത്തു, നമ്മളെ മുൻ നിയമിച്ചു, നമ്മളെ വീണ്ടെടുത്തു, പരിശുദ്ധാത്മാവെന്ന ഒരു അച്ചാരം നൽകി നമ്മെ സഭയുടെ ഭാഗമാക്കി വെച്ചിരിക്കുന്നു. സ്വർഗം ഈ നിലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തതിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും സഹോദരി. എന്ന് മാത്രമല്ല, അങ്ങനെ കൊണ്ടുവന്ന നമ്മള് ഇന്നിപ്പോ എവിടെ ഇരിക്കുന്നത്? ഇവിടെ പറയുക, നമ്മൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാ നമ്മൾ വായിച്ചത്. അങ്ങനെയല്ലേ? 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവനോടുകൂടെ യേശുവിനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ ഇപ്പൊ എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അയ്യോ, നമ്മൾ സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? സ്വർഗത്തിലാണോ ഈ സ്വർഗത്തിൽ മരണശേഷം പോകുമെന്നല്ലേ? അല്ല. കണ്ടോ, നമ്മൾ തുടക്കത്തിൽ വായിച്ചു, എന്താ സ്വർഗത്തിൽ ഇരുത്തുക എന്നുള്ളത് ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടേതായ ഒരു കൊച്ചു ചുറ്റുപാടിൽ ജീവിക്കുന്നെങ്കിലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണ്? നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മളെ
ആ മരണത്തിൽ നിന്ന് വിടുവിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ, യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവിനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവ് സ്വർഗത്തിലിരിക്കുന്നു, കർത്താവിനോടൊപ്പം നമ്മൾ ഇപ്പൊ തന്നെ സ്വർഗത്തിലിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ കാര്യത്തെ പറയുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ബ്രദറെ നമ്മൾ ഇവിടെ നടക്കുന്നത് എങ്ങനാ? ഈ കാര്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? 2-ന്റെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചു. എന്നിട്ട് കർത്താവ് നമ്മളെ ഉയർപ്പിച്ചു, കർത്താവിനോടുകൂടെ ഉയർപ്പിച്ചു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ഇവിടെ ഗലാത്യർ 2-ന്റെ 20 പൗലോസ് പറയുക, ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു, കർത്താവിനോടുകൂടെ ഉയർത്തു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ഞാൻ സ്വർഗത്തിലായിരിക്കുന്നത്. അപ്പൊ പറയുക, ക്രിസ്തുവാണോ ജീവിക്കുന്നത്? നമ്മൾ തന്നെയല്ലേ ജീവിക്കുന്നത്? അല്ലെങ്കിൽ സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? നമ്മൾ ഭൂമിയിലല്ലേ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇവിടെ പറയുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കടങ്കഥ പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. ഇവിടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ സഹോദരനും സഹോദരിയും കർത്താവായി യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. ആദിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്ന നമ്മളെ കർത്താവിനോടൊപ്പം ക്രൂശിച്ചു. കർത്താവിനോടൊപ്പം ആ മരണത്തിൽ നമ്മൾ പങ്കാളികളായി, നമ്മൾ അനുദപിച്ചു. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. നമ്മളെ കർത്താവിലാക്കി വെച്ചിരിക്കുന്നു. കർത്താവ് ഇന്ന് സ്വർഗത്തിലുള്ളത് കൊണ്ട് നമ്മളും സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ജഡത്തിൽ ഇവിടെ ജീവിക്കുന്നത് എങ്ങനാ? വിശ്വാസത്താൽ, കർത്താവിലുള്ള വിശ്വാസത്താൽ ഇവിടെ ജീവിക്കുന്നെങ്കിലും സ്വർഗം നമ്മളെ കാണുന്നത് എങ്ങനാ? ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നവരായിട്ടാണ്, ക്രിസ്തുവിന്റെ പങ്കാളികളായിട്ടാണ്, ക്രിസ്തുവിന്റെ ജീവന്റെ പങ്കാളിത്തമുള്ളവരായിട്ടാണ്. അത്ര വലിയ ഒരു സ്ഥാനമാണ് നമുക്കുള്ളത്. അങ്ങനെ സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ഇരിക്കുന്ന ക്രിസ്ത്യാനിയാണ് നമ്മൾ. അതേസമയം തന്നെ നമ്മൾ എന്താ ഇന്ന് ഇതിലെ നടക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ ഇന്ന് ഈ ജഡത്തിൽ ജീവിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഗലാത്യർ 2-ന്റെ 20 പറയുന്നത്. ഞാൻ ആകെപ്പാടെ പറഞ്ഞു വന്നത്, ഇരിക്കുന്ന ക്രിസ്ത്യാനിയാണ് നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ കുറഞ്ഞ ആളുകളല്ല, കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ദൈവം നമ്മളെ കാണുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ആ ബോധ്യമുണ്ടോ? കൊച്ചു കാര്യങ്ങളുടെ പേരിൽ നമ്മൾ പേടിച്ചും വിഷമിച്ചും പരാതിപ്പെട്ടും ഒക്കെ പോകുമ്പോൾ ആരാ ഈ പരാതി പറയുന്നത്? ആരാ ഈ വിഷമിക്കുന്നത്? സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ആളായി പറയുന്നത്. ഞാൻ റേഷൻ കടയിൽ ചെന്നപ്പോഴത്തേക്ക് കടയടച്ചു പോയി. എന്തോ പറയാനാ? 3 മണി വരെ ഇരിക്കേണ്ട കടക്കാരന് 2:55 പോയി. ആരായി പറയുന്നു? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ആരാ? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നിങ്ങളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് കർത്താവിനോടൊപ്പം ഉയർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പെട്ട് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറരുത്. നമ്മൾ വ്യത്യസ്തരാണ്. സ്വർഗം നമ്മളെ ആ നിലയിലാ കാണുന്നത്. നമ്മളെ സ്വർഗത്തിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടാ കാണുന്നത്. സഹോദര സഹോദരി, നീ ഞാനും ഇരിക്കുന്ന ക്രിസ്ത്യാനിയാണോ? നമ്മൾ ഇരിക്കുന്ന ക്രിസ്ത്യാനിയാണോ? ഇന്ന് പലരും ഇരിക്കുന്ന ക്രിസ്ത്യാനിയല്ല, ഓടുന്ന ക്രിസ്ത്യാനിയാ. അതിന്റെ പുറകെ ഓടി, ഇതിന്റെ പുറകെ ഓടി ഓടി ഓടി. ശരിയാണ്, ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുടെ പിന്നാലെ പോകേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഓർത്തോണം, ഞാൻ എന്തല്ല, ഈ ലോക മനുഷ്യനെ പോലല്ല. അവൻ കൊച്ചു കാര്യങ്ങളിലൊക്കെ പെട്ട് വിഷമിച്ച് അലഞ്ഞും പിടിച്ചും പരാതി പറഞ്ഞും ആളുകളെ കുറ്റപ്പെടുത്തിയും ഒക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനല്ല. ഞാൻ ആരാ? ഞാൻ ഇരിക്കുന്ന ക്രിസ്ത്യാനിയ.
എവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനി? സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ക്രിസ്ത്യാനി. എവിടെ നിന്ന് എന്നെ ഉയർപ്പിച്ചു? മരണത്തിൽ നിന്ന് എന്നെ ഉയർപ്പിച്ചു. സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്നു. ഈ ഒരു ബോധ്യം, ഈ നിലയിലുള്ള ഒരു നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ കൊച്ചു കാര്യങ്ങളൊന്നും നമ്മളെ ഭാരപ്പെടുത്തുകയില്ല. നമ്മൾ ഇതിലേക്ക് വന്ന് അത് എങ്ങനെയാ? നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു, തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, വിശദീകരിച്ചു, വീണ്ടെടുത്തു, നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അങ്ങനെ സ്വർഗം ഒത്തിരി കാര്യങ്ങൾ ചെയ്താണ് നമ്മളെ ഈ നിലയിൽ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനിയാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണ്ട? ഈ ലോകമനുഷ്യരെ പോലെ ഭാരപ്പെടണ്ട, പരാതി പറയണ്ട, ഓടണ്ട, അലയണ്ട, അനാഥനാണെന്ന് വിചാരിക്കണ്ട. കർത്താവാ കൂടുള്ളത്. കർത്താവ് വലിയവനായ ദൈവം. ആ ദൈവത്തോടൊപ്പമാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസത്തിന്റെ നിലപാടാ. ഈ വിശ്വാസത്തിൽ നമ്മൾ കൂടുതൽ ഉറയ്ക്കണം, കൂടുതൽ ധൈര്യപ്പെടണം. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ക്രിസ്ത്യാനിയായി മാറണം. പോട്ടെ, നമുക്കിത് എത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നാലും കൊള്ളാവുന്നതാണ്. രണ്ടാമത്, ഇരിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ളതിടത്ത് നിന്ന് ഞാൻ മറ്റൊന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ? മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനി. നമുക്കതെവിടെ കാണാം? അതിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണാം. 3-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 3-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? ഞാൻ, പൗലോസ് പറയുക, 14 മുതൽ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പൊ ഇവിടെ എന്തായി? മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനിയായി. അപ്പൊ ഇത് വായിക്കുമ്പോൾ ചിലർ പറയും, ബ്രദറെ, നമ്മൾ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പൗലോസ് മുട്ടുകുത്തുന്നു എന്നായി പറഞ്ഞിട്ടുള്ളല്ലോ. പൗലോസ് ഐ ആം എ നീലിംഗ് ക്രിസ്ത്യൻ എന്നിവിടെ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് സ്വന്തം കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ 3:14-15 ചേർത്ത് വായിക്കുമ്പോൾ ഭൂമിയിലുമുള്ള, സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധി എന്ന നിലയിൽ ഇവിടെ പറയുമ്പോൾ അത് നമ്മളെ വിശ്വാസികളായ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ പൗലോസ് മാത്രമല്ല, ഈ ക്രിസ്തീയ കുടുംബത്തിലുള്ള, ദൈവത്തിന്റെ കുടുംബത്തിലുള്ള, നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലുള്ളവരാ. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ദൈവത്തിന്റെ കുടുംബത്തിലാ. ആ ദൈവത്തിന്റെ കുടുംബത്തിലുള്ള മുഴുവൻ പേരും എന്നോടൊപ്പം മുട്ടുകുത്തുന്നു എന്ന നിലയിലാണ് ഇത് എബ്രായ ഭാഷയിലും അതുപോലെ ഗ്രീക്കിലും ഒക്കെ അങ്ങനാണ് അതിന്റെ കൺസ്ട്രക്ഷൻ എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. അപ്പോൾ ഇത് പൗലോസ് മാത്രമല്ല മുട്ടുകുത്തുന്നത്, മറിച്ച് സ്വർഗീയ കുടുംബത്തിൽ അംഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് അതിൽ നിന്ന് കർത്താവ് ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിച്ച് ഇരുത്തിയിരിക്കുന്ന ആ ക്രിസ്ത്യാനികളെല്ലാം, ഇരിക്കുന്ന ആ ക്രിസ്ത്യാനികളെല്ലാം എന്താണ്? മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മള് മുട്ടുകുത്തുന്നവരാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മുട്ടുകുത്തുക എന്ന് പറയുമ്പോൾ അവിടെ അതിനെ തുടർന്ന് അതിനോട് താഴെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ തന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, 19 വരെയുള്ള വാക്യങ്ങൾ, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളം ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്തോ മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ സെന്റൻസ് ആയത്. പഴയ മിഷണറിമാര് വന്ന് അവര് മലയാളം പഠിച്ച് അവര്
ഇംഗ്ലീഷിൽ നിന്ന് ഇത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ നമ്മള് പെട്ടെന്ന് ഇത് വായിക്കുമ്പോ എന്താ ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. മുട്ടുകുത്തുന്നത് എന്തിനാ? നമ്മളെ ദൈവം എങ്ങനെയെല്ലാം നടത്തിയിരിക്കുന്നു, നമ്മളെ സ്വർഗത്തില് കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ആളുകളാക്കി, വിശുദ്ധന്മാരാക്കി മാറ്റി. നമ്മൾ ചെയ്ത രക്ഷണ്യ പ്രവൃത്തി, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തും ധ്യാനിച്ചും ഓരോ ദിവസവും രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. നമ്മളൊക്കെ ചിലപ്പോൾ രാവിലെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ചിലര് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരാണ്. ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരട്ടെ. ഇവിടെ നമ്മളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ? ഓ, ദൈവം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, നമ്മിൽ ഒരു രക്ഷണ്യ പ്രവൃത്തി വലുതായിട്ട് ചെയ്തിരിക്കുന്നു. അത് കണ്ടിട്ട് അതിനെ അക്നോളജ് ചെയ്ത്, അതിനെ ഏറ്റെടുത്ത്, അതിനെ അംഗീകരിച്ച് ഓരോ ദിവസവും നമ്മുടെ ജീവിതം തുടങ്ങുമ്പം നമ്മൾ എന്തോ പറയണം? ദൈവമേ, നീ എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടോണ്ട് ഞാൻ ഇന്ന് രാവിലെ നിന്റെ മുൻപാകെ മുട്ടുകുത്തുന്നു. കാരണം എന്താ? നീ എന്നെ വീണ്ടെടുത്ത് സ്വർഗത്തിലാക്കിയിരിക്കുന്നെങ്കിലും ഞാന് ഈ ഭൂമിയിലാ ജീവിക്കുന്നത്. ഗലാത്യർ 2:20 നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ഈ ജഡത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് എങ്ങനെയാ? മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത ആ നന്മകളെ ഓർക്കണം. എന്നിട്ട് ആ കാര്യങ്ങളെ ധ്യാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വളരെ വർദ്ധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ നമ്മൾ പ്രാപ്തരാകും. ദൈവത്തിന്റെ എല്ലാ നിറവോളം നമ്മൾ ക്രമേണ നിറഞ്ഞു വരും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മൾ ദിവസവും മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിരിക്കണം. അല്ലാതെ ദൈവം എന്നെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, ഇനി മറ്റൊന്നും വേണ്ട എന്നല്ല. നമ്മൾ മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായും നടക്കുന്ന ക്രിസ്ത്യാനികളായും പോരാടുന്ന ക്രിസ്ത്യാനികളായും തുടർന്ന് ആയിരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ദൈവം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ആ നമ്മുടെ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ഓരോ ദിവസവും ഉള്ള ജീവിതം ജീവിക്കണം. ആ ജീവിതം ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലകളിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മൾ എന്തോ വേണം? ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവം നമുക്ക് ചെയ്ത നന്മകളെ, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരണം. എന്ന് മാത്രമല്ല, ആ ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ നമ്മൾ എന്തു വേണം? സകല വിശുദ്ധന്മാരോടും കൂടെ, വിശുദ്ധന്മാരോട് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സഭയിൽ നമുക്ക് കൂട്ടായ്മ തന്നിരിക്കുന്ന മറ്റ് സഹോദരന്മാരോടുള്ള നമ്മുടെ ബന്ധത്തിലും നമ്മൾ എന്ത് വേണം? ദിവസം തോറും നമ്മളെ ശോധന ചെയ്യണം. അപ്പൊ കണ്ടോ, ഈ മുട്ടുകുത്തുമ്പോൾ 2 കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഒന്നെന്താ? ഓരോ ദിവസവും ദൈവം നമ്മൾ ചെയ്ത കാര്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും കർത്താവിന്റെ ആ നിറവിലോട്ട് നിറഞ്ഞു വരികയും വേണം. അതുപോലെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ അവരോട് ട്രാൻസ്പെരന്റ് ആയും കൂടുതൽ സിമ്പിളായും അവരെ കൂടുതൽ സ്നേഹിക്കുന്നവരായും ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ദൈവം കൂട്ടിനും കൂട്ടായ്മയ്ക്കും സഹോദരന്മാരെയും തന്നിട്ടുണ്ട്. അവര് ചിലപ്പോൾ ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെ ഓർത്തുകൊണ്ട് തന്നെ വല്ലതും പറഞ്ഞെന്നിരിക്കട്ടെ. ഇതിന്റെയൊക്കെ ഓർമ്മകളും കൊണ്ട് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മകളുണ്ട്. പക്ഷെ ഓരോ ദിവസവും രാവിലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ ആ സഹോദരൻ എന്നെ കുറിച്ച് പറഞ്ഞ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിന്റെ പരിജ്ഞാനത്തിൽ അതൊക്കെ വിട്ടുകളഞ്ഞ് സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരായി നമ്മളായിരിക്കണം. കണ്ടോ? അപ്പൊ ഈ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മുട്ടുകുത്തുക. അത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാ. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ദിവസവും ശോധന ചെയ്യുക. സഹോദരവർഗത്തോടുള്ള നമ്മുടെ ബന്ധം ദിവസവും ശോധന ചെയ്യുക. ഇങ്ങനെ നമ്മൾ മുട്ടുകുത്തുമ്പം എന്താ? ദൈവം നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പുരോഗതിയിലേക്ക് നയിക്കും. ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്.
ഇങ്ങനെ വളർന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ നമ്മൾ കർത്താവിൽ ആ നിലയിലെ മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ കണ്ടോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വേറൊരു മുട്ടുകുത്തുന്നതിനെ കുറിച്ച് വേറൊരു വാക്യമുണ്ട്. 2-ാം അധ്യായം ഫിലിപ്പിയർ 2:10. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. എവിടാ വായിച്ചത്? ഫിലിപ്പിയർ 2:10. ഇതെന്നത്തെ കാര്യമാ? കർത്താവ് തിരിച്ചു വരുമ്പം ഇന്ന് കർത്താവിനെ അംഗീകരിക്കാത്ത ഈ ആളുകളുടെ ഒക്കെ മുഴങ്കാല് കർത്താവിന്റെ മുമ്പാകെ മടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മള് ആ കാലത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് ദിവസം തോറും നമ്മുടെ മുഴങ്കാല് കർത്താവിന്റെ മുമ്പാകെ മടങ്ങിയാൽ അതാണ് നല്ലത്. അതുകൊണ്ട് മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മളായിരിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, സഹോദരവർഗത്തോടുള്ള ബന്ധം, ഈ കാര്യങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ ശോധന ചെയ്യണം. അതാണ് മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനി. ഇനി ഇതാ അടുത്തത് നമുക്ക് വേഗത്തിൽ നോക്കാം. 4-ാമത്തെ അധ്യായത്തില് 4ഉം 5ഉം അധ്യായത്തില് വേറൊരു കാര്യമാണ് പറയുന്നത്. നടക്കുന്ന ക്രിസ്ത്യാനി. 4ന്റെ 2-ാമത്തെ വാക്യം, അതിന്റെ 1 മുതൽ വായിക്കുക. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. അങ്ങനെ അതാ കാര്യം അങ്ങ് നീണ്ടു പോവുക. അപ്പം നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ നടക്കണമെന്നാ പറയുന്നത്. നമ്മൾ എന്താ വേണം? നടക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കണം. നടക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നടക്കുന്നതാണോ? അല്ല. അവിടെ പറയുന്നു, നിങ്ങള് പൂർണ്ണ വിനയത്തോടെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായിട്ട്, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുത്തുകൊണ്ട്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തുകൊണ്ട് ഒക്കെ നമ്മൾ എന്ത് വേണം? നടക്കണം. അങ്ങനെ നടക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കണം. നമ്മൾ വീണ്ടും പറഞ്ഞു വന്നാൽ, നമ്മള് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെയും നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നമ്മളും ദൈവവും നമ്മളും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രായോഗിക ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുക. നമ്മൾ ഓഫീസിൽ പോവുക, പല കാര്യങ്ങൾ ചെയ്യുക, അല്ലെ കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പോവുക, പല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടൊക്കെ നമ്മൾ ഈ സൗമ്യതയും ക്ഷമയും അതുപോലെ ഐക്യതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നടക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ വാക്കിംഗ് ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ അവിടെ ആയിരിക്കണം. എങ്ങനെ നടക്കുന്ന ക്രിസ്ത്യാനികൾ? സൗമ്യതയില്, സ്നേഹത്തില്, ദീർഘക്ഷമയില്, അന്യോന്യം പൊറുത്തുകൊണ്ട്, ഒരു ആത്മാവിൽ കർത്താവ് ഒരുവൻ, പിതാവ് ഒരുവൻ എന്നുള്ള നിലയിൽ ഒക്കെ നമ്മൾ നടക്കണം. നമുക്ക് സമയമില്ല ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വായിക്കാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ നടക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് അവിടെ ആഗ്രഹിക്കുന്നത്. 4ന്റെ 2-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ഇതേ കാര്യം തന്നെ കണ്ടോ 5-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? സ്നേഹത്തിൽ നടപ്പീൻ. നടക്കുന്ന ക്രിസ്ത്യാനിയായിരിക്കണം എന്ന് 5ന്റെ 2-ലും പറയുന്നു. 5ന്റെ 9 നോക്കുക. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. 5ന്റെ 9-ലും പറയുന്നു നമ്മൾ നടക്കുന്ന ക്രിസ്ത്യാനികളാകണം. ഈ നടക്കുക എന്ന് പറയുമ്പോൾ എന്താ? വെളിച്ചത്തില്, വിശുദ്ധിയില്, സ്നേഹത്തില്, സൗമ്യതയില്, ദീർഘക്ഷമയില്, അന്യോന്യം പുറത്ത്, ഏകാത്മാവിൽ ഒക്കെയാണ് നമ്മൾ നടക്കേണ്ടത്. നമ്മുടെ നടപ്പ് അങ്ങനാണോ? 5ന്റെ 15-ാമത്തെ വാക്യം, 5ന്റെ 15-ാമത്തെ വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ, ഇത് ദുഷ്കാലമാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ നമ്മള് പരിജ്ഞാനത്തോടെ നടക്കണമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം പരിജ്ഞാനം,
സ്നേഹം, സൗമ്യത, ദീർഘക്ഷമ, ഇതൊക്കെ കയ്യാളിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നടക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഇരിക്കുന്ന ക്രിസ്ത്യാനി, ദൈവത്തോടൊപ്പം കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ക്രിസ്ത്യാനി, അത് നമ്മുടെ പൊസിഷനാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, ദൈവമേ നീ എനിക്ക് ചെയ്ത നിന്നോടുള്ള ബന്ധത്തെയും സഹോദരന്മാരോടുള്ള ബന്ധത്തെയും നമ്മൾ അതിനെ ധ്യാനിച്ച് നമ്മൾ ആ നിലയിൽ വളരുന്നവരായി മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിട്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം? നടക്കുന്ന ക്രിസ്ത്യാനികളാകണം. നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞതുപോലെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ, സമൂഹത്തിൽ, നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടിൽ, ആളുകളോടൊക്കെയുള്ള ബന്ധത്തിൽ ഒക്കെ സൗമ്യതയുണ്ടോ? സ്നേഹമുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? കാര്യങ്ങൾ പൊറുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ പരിജ്ഞാനത്തോടാണോ ഇടപെടുന്നത്? ഇതൊക്കെ ഉണ്ടെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള വാക്കിംഗ് ക്രിസ്ത്യൻസ് ആയിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. എഫേസ്യർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്താ പോരാടുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് കാണുന്നത്. ഫൈറ്റിംഗ് ക്രിസ്ത്യൻസ്, പോരാടുന്ന ക്രിസ്ത്യാനികൾ. 6-ന്റെ 10, 11 വാക്യങ്ങൾ നോക്കുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം അവസാന അധ്യായത്തിൽ വരുമ്പോ ഇതാ പോരാടുന്ന ക്രിസ്ത്യാനികളായി നമ്മളായിരിക്കണം. ആരോടാ പോരാട്ടം? അമ്മാവിയമ്മയോടല്ല പോരാട്ടം, മരുമോളോടല്ല പോരാട്ടം. ആരോടാ പോരാട്ടം? പോരാട്ടം പിശാചിനോട്. നമുക്ക് പോരാട്ടമുള്ളത് ഒരേ ഒരാളോടെ ഉള്ളൂ. ആരോടാ? പിശാചിനോട്. പിശാചിനോട് പോരാടാൻ നമ്മളെ തന്നെ ആ നിലയിൽ സൂക്ഷിക്കുന്ന കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട 6 കൂട്ടം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം നമുക്ക് പരിചിതമാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അതിന്റെ 14-ാം വാക്യം, അരയ്ക്ക് സത്യം കെട്ടണം. 2, നീതി എന്ന കവചം ധരിച്ച് നമ്മുടെ നെഞ്ചിനെ നമ്മൾ സൂക്ഷ്മതയോടെ കാക്കണം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കണം. 3, 4 എന്ത് വേണം? വിശ്വാസം എന്ന പരിച, ദുഷ്ടന്റെ തീയമ്പുകളെ തടുക്കാനായിട്ട് വിശ്വാസം എന്ന പരിച. 17-ാം വാക്യം, രക്ഷയെന്ന ശിരസ്ത്രം. ഇതൊക്കെ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന നമ്മുടെ നിലയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സത്യത്തിന്റെ അരക്കെട്ട് നമുക്കുണ്ടാകണം. സത്യത്തിന്റെ അരക്കെട്ട്, സത്യത്തിന്റെ ബെൽറ്റ് ഉണ്ടാകണം. നെഞ്ചിന് നീതി എന്ന കവചം ഉണ്ടാകണം. കാലിന് സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം എന്ന ചെരുപ്പ് ഉണ്ടാകണം. വിശ്വാസം എന്ന പരിചയം എടുത്ത് ദുഷ്ടന്റെ തീയമ്പുകളെ നമ്മൾ പ്രതിരോധിക്കണം. നമ്മുടെ തലയിലെ ഹെൽമറ്റായിട്ട് രക്ഷ എന്ന ശിരസ്ത്രം ഉണ്ടാവണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? അവനോട് എതിരിടാൻ വചനം എന്ന വാളുണ്ടാകണം. നോക്കുക, 6 കൂട്ടം കാര്യങ്ങൾ. ഇതെല്ലാം നമുക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ആർക്കെതിരെ? പിശാചിനെതിരെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം വായിച്ചു, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയെന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ അങ്ങ് സുഖമായിട്ടിരുന്നോളാം എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല. ബാക്കി അധ്യായങ്ങളിൽ വരുമ്പോ എന്തൊക്കെയാ നമ്മളെ ഈ ഭൂമിയിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഭൂമിയില് ദൈവത്തോടും മനുഷ്യരോടുമുള്ള, സഹോദരന്മാരോടുമുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് ദിവസവും രാവിലെ മുട്ടുകുത്തി ശോധന ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് സത്യത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ദീർഘക്ഷമയിലും ഒക്കെ നടക്കണം, പരിജ്ഞാനത്തിലും ഒക്കെ നടക്കണം. ആ നിലയില് നമ്മൾ നടക്കുന്ന ക്രിസ്ത്യാനികളും ആയി കഴിഞ്ഞ് പിന്നെ ഇത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മൾ പോരാടുന്ന ക്രിസ്ത്യാനികളും ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ? 1, ഇരിക്കുന്ന ക്രിസ്ത്യാനി, അത് കർത്താവിനോടുള്ള നമ്മുടെ ബന്ധമാണ്. കർത്താവ് നമ്മളെ രക്ഷിച്ചു, തൻ്റെ മകനാക്കി മകളാക്കി തീർത്തു. നമ്മുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മളെ കർത്താവിനോടൊപ്പം ജീവിപ്പിച്ചു, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. നമ്മൾ മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളാണ്.
ദിവസവും രാവിലെ നമ്മള് നീലിംഗ് ക്രിസ്ത്യൻസ് ആയിട്ട്, ദൈവമേ നീ എനിക്ക് ചെയ്ത, എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നല്ലോ, ആ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തോട് കൂടുതൽ അടുത്ത് വരുന്ന ആ ഒരു ബന്ധം, സഹോദരന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുന്നത്. മൂന്നാമത്, അത് കഴിഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനി, അത് ഈ സമൂഹത്തിലും സഹോദരവർഗത്തോടും ചുറ്റുപാടുകളും അയൽക്കാരോടും ഒക്കെയുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു, ആ ബന്ധം എങ്ങനെ വേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്നേഹമായിരിക്കണം, ക്ഷമയായിരിക്കണം, ഓർക്കുന്നതായിരിക്കണം. അവിടെ പറഞ്ഞേക്കുന്നതെല്ലാം നമ്മളിപ്പം സമയക്കുറവ് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കുക. സൗമ്യത എന്ന് പറഞ്ഞാലും, ദീർഘക്ഷമയെന്ന് പറഞ്ഞാലും, വിനയമെന്ന് പറഞ്ഞാലും, ഐക്യത എന്ന് പറഞ്ഞാലും, സമാധാനം എന്ന് പറഞ്ഞാലും എല്ലാം പോസിറ്റീവായ കാര്യമാണ്. അല്ലാതെ ആരോടും നമുക്കൊരു വിരോധമില്ല. വിരോധമുള്ള ഒരാളെ കുറിച്ച് ഒടുവിലും പറയുന്നു, അത് ആരോടാ? സാത്താൻ. അവിടെയാണ് നമ്മൾ പോരാടുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്നത്. നോക്കുക, ഈ പുസ്തകം എത്ര മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായത്തില് ഇങ്ങനൊക്കെ നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളെ എന്തായി കാണും? നമ്മളെ അവിടുത്തെ ആ നിലയില് മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് നമ്മളെ കാണും. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 2-ാം അധ്യായത്തില് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് പറഞ്ഞിരിക്കുന്നു. 3-ാം അധ്യായത്തില് നമ്മള് ആ നിലയില് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമ്മള് മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികളായിട്ട് നമ്മുടെ ഓരോ ദിവസവും ആ നിലയിലായിരിക്കണം. ഹൃദയത്തിൽ അത് നടക്കുന്നത്. നമുക്ക് ബസ്സിലിരിക്കുമ്പോഴും മുട്ടുകുത്താം. എങ്ങനെ? ഹൃദയത്തിൽ മുട്ടുകുത്താം. മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനി. നമുക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, സഹോദരന്മാരോടുള്ള ബന്ധം. അത് കഴിഞ്ഞ് 4-ഉം 5-ഉം അധ്യായത്തിൽ വരുമ്പോഴോ നടക്കുന്ന ക്രിസ്ത്യാനി. 2 അധ്യായത്തിൽ 4-ലും 5-ലും നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. 6-ലേക്ക് വരുമ്പോഴോ, അവസാന അധ്യായത്തിലേക്ക് വരുമ്പം പോരാടുന്ന ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിലയിലെല്ലാം ആയിരിക്കണം. ഇങ്ങനെ ആയിരുന്നാൽ നമ്മൾ എന്തായിരിക്കും? ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് നമ്മൾ മാറും. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ടതും തെരഞ്ഞെടുത്തതും വീണ്ടെടുത്തതും മുൻ നിയമിച്ചതും എല്ലാം ഇത്രയും മുതൽ മുടക്കിയത് ഇതിനു വേണ്ടിയാ. പക്ഷെ മുതൽ മുടക്കി നമ്മളെ രക്ഷിച്ചു എന്നോ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തി എന്നുള്ളത് നമ്മുടെ പൊസിഷൻ ശരിയായിരിക്കുമ്പോ തന്നെ ഡെയിലി വാക്കിൽ, ദിനംതോറുമുള്ള ജീവിതത്തിൽ നമ്മൾ മുട്ടുകുത്തുന്നവരായിട്ടും നടക്കുന്നവരായിട്ടും പോരാടുന്നവരായിട്ടും ഒക്കെ ആയിരുന്നാലേ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായി നമ്മൾ നമ്മുടെ തലമുറയിൽ ചുറ്റുപാടുകളുടെ മധ്യത്തിലായിരിക്കുള്ളൂ. ദൈവം നമ്മളെക്കുറിച്ച് ആ നിലയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ആ നിലയിൽ നമുക്ക് സമർപ്പിക്കാം.